ഇതൊന്നും ഞാൻ പക്ഷെ അറിയുന്നുണ്ടായിരുന്നില്ല. അവർക്കുള്ള സമ്പാദ്യം മുഴുവൻ അവർ അതുവരെ സേവ് ചെയ്തത് ഫുൾ എനിക്ക് തന്നു വിട്ടു, എന്നെ പഠിപ്പിച്ചു. ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത് അവൾ ഇങ്ങനെ കുറെ ജോലിക്കൊക്കെ പോയി ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊക്കെ. അവരപ്പോഴും എന്നൊന്നും അറിയിച്ചില്ല. പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചപ്പം അച്ഛനും അമ്മയും അവരുടെതെല്ലാം എനിക്ക് തന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാനല്ലേ ചെയ്യേണ്ടതമ്മേ? അവർക്ക് വേണ്ടി ഞാനിപ്പോ ചെയ്തില്ലെങ്കിൽ നാളെ ഞാൻ നന്നായിട്ട് ജീവിക്കുമ്പോൾ അവള് മോശമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം അച്ഛനും അമ്മയും എനിക്ക് തന്നത് എന്താണോ അത് ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇപ്പം ഞാൻ അനുഭവിക്കുന്നതെല്ലാം അവളും കൂടെ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ഉള്ളത് ഇന്ന് എന്താണെങ്കിലും പകുതി ഞാൻ നേരെ കൊടുക്കുന്നത് അവൾക്കാ. കാരണം നാളെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സമയം വന്നാലും അവള് വിഷമിക്കരുത്. ചിലപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഞാനും ചിലപ്പോൾ മാറിയേക്കാം. എന്റേതായ ഒരു കുടുംബം തിരക്കിൽ ഒരുപക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നേക്കാം. അന്ന് അവൾ എനിക്കൊരു ബാധ്യത ആവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ അവളെ സേഫ് ആക്കാൻ നോക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി കരുതുന്നുണ്ട്. പക്ഷെ അവളുടെ പഠിത്തം കഴിയുന്നത് വരെ എനിക്കുള്ളതിന്റെ നേർപ്പാതി അവൾക്കാം. കാര്യം അവളും സേഫ് ആവണം, അവളും എന്നെ പോലെ നന്നായിട്ട് ജീവിക്കണം. ഞങ്ങളുടെ അച്ഛനും അമ്മയും അത് തന്നെ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ നിവർത്തികേടാണ് അവൾക്കിപ്പോ ഒന്നും കൊടുക്കാൻ പറ്റാതാവുന്നത്. അപ്പോ അതുവരെ ഞാൻ ചെയ്യും അമ്മേ. അമ്മ പറഞ്ഞതിൽ എനിക്കൊന്നും തോന്നൂല്ല, എനിക്ക് മനസ്സിലാകും അമ്മ എന്റെ നല്ലതിനാണ് പറഞ്ഞതെന്ന്. പക്ഷെ ഇപ്പൊ ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ പോലും പണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അല്ലെന്ന് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവൾക്കത് അവള് ചിലപ്പോൾ എന്റേത് കണ്ട് കൊതിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അതാ ഞാൻ എനിക്ക് എന്ത് വാങ്ങിച്ചാലും അവൾക്കും അതുപോലെ ചെയ്യാൻ നോക്കുന്നത്. ആരവൾക്ക് വേണ്ടി എന്ത് ചെയ്താലും ഇപ്പം എൻ്റെ അടുത്ത് ചേട്ടനും പറയാറുണ്ട് അവൾക്ക് വേണ്ടി അവളെ പഠിപ്പിക്കാം, ഞാൻ നോക്കിക്കോളാം, നീ ടെൻഷൻ ആവണ്ടെന്നൊക്കെ. പക്ഷെ ഞാനല്ലാണ്ട് വേറെ ആരത് ചെയ്താലും അത് ജീവിതകാലം മുഴുവൻ അവർക്കൊരു കടപ്പാടായിരിക്കും അമ്മ. പക്ഷെ ഞാനത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വവും കടമയോ. ഞാൻ ചെയ്താൽ ഒരിക്കലും ഒരു കടമല്ല. അവള് നാളെ എന്നെ നോക്കിയില്ലെങ്കിലും അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എത്രയോ മക്കൾ അച്ഛനമ്മമാരെ നോക്കാതിരിക്കുന്നു. പക്ഷെ ഇതെന്റെ ഉത്തരവാദിത്വമാണ്, അത് ഞാൻ ചെയ്യും അമ്മ. അത്രേ ഉള്ളൂ. അമ്മയ്ക്കിപ്പോൾ മനസ്സിലായി മോളുടെ വിഷമം എന്താണെന്നുള്ളത്. അത് ഇത് തന്നെ അനുഭവമായിരുന്നു എനിക്കും. അത് കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. മോള് വിഷമിക്കണ്ട, എല്ലാം നേരെയാകും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം. അമ്മ നിന്നെ സഹായിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നിന്നെ ഞാനും സഹായിക്കാം. അവളെ രക്ഷപ്പെടുന്നത് വരെ നമുക്ക് ഒരുമിച്ച് നിന്ന് എന്താണെങ്കിലും ചെയ്യാം കേട്ടോ. അവളൊരുപാട് വിഷമിക്കുകയൊന്നും വേണ്ട. അമ്മയ്ക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഒന്ന് താങ്ങാൻ ഇതുപോലെ നിന്നെപ്പോലൊരു കൂടപ്പുറപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇന്ന് എവിടെയെങ്കിലും എത്തിയനായിരുന്നു. എനിക്കത് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. മോള് വിഷമിക്കണം. അമ്മ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ. അമ്മ മോളുടെ കൂടപ്പുറപ്പിന് കൊടുക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. അമ്മ അറിയാതെ പറഞ്ഞു പറഞ്ഞു, മോൾ ക്ഷമിക്കണേ. അയ്യോ അമ്മ, അങ്ങനെയൊന്നും ചോദിക്കണ്ട അമ്മ. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അമ്മ മനസ്സിലാക്കണ്ടല്ലേ, അത് സാരമില്ല അമ്മ. ഞാൻ അങ്ങനൊന്നും വിചാരിക്കത്തില്ല. അമ്മ എന്റെ നല്ലതിന് പറഞ്ഞതല്ലേ, സാരമില്ല.